കേരളത്തിലെ ജനങ്ങളെ കുറച്ച് നാളുകളായി തന്നെ വേട്ടയാടുന്ന ഒരു പ്രശ്നമാണ് വന്യജീവി ശല്യം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM-ലെ തന്നെ ഒരു മുതിർന്ന നേതാവ് വനം വകുപ്പിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇനി ജനങ്ങൾ തോക്കുമായി രംഗത്തിറങ്ങുമെന്നാണ്. ഒരു വെല്ലുവിളിയാണോ ഭരണകൂടത്തിനെതിരെ? അല്ലാതെ EP ജയരാജനല്ലേ പറഞ്ഞിരിക്കുന്നത്. EP ജയരാജൻ ആരെയൊക്കെ വിറപ്പിച്ച ആളാണ്. മുമ്പ് ഒരു വിമാന കമ്പനിയെ അല്ലേ, ഏതോ ഒരു പേര് അവരെ ഇൻഡിഗോ അവരെ വിറപ്പിച്ചു. അദ്ദേഹം EP ജയരാജൻ കയറാതെ പോയതുകൊണ്ട് ആ കമ്പനിക്ക് എത്രത്തോളം നഷ്ടമുണ്ടായെന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ റെയിൽവേക്ക് അത് നൽകുകയും ചെയ്തു. അല്ല, എന്നിട്ട് അദ്ദേഹം കയറിയിട്ടുണ്ട്. പിന്നീട് ഒത്തുതീർപ്പിലെത്തി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് വലിയ പ്രാധാന്യമാണ് EP പോലുള്ള ഒരാളെ. ഇനി ഇദ്ദേഹത്തിന് എന്തിനാ ഈ നാടൻ തോക്കൊന്നും വേണ്ട, EP ജയരാജനങ്ങ് കാട്ടിലോട്ട് കയറിയാൽ മതി. വന്യജീവികളൊക്കെ ഓടിപ്പോക്കോളും ചിലപ്പോൾ. EP ജയരാജൻ തോക്കിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടി വരും, അദ്ദേഹത്തിന് തലയിൽ ഉണ്ടയുണ്ട്. അതെ 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 ഒരു ആ തലയുടെ ഒരു ഭാഗത്ത് വെടിയുണ്ടയുമായി നടക്കുന്ന ആളാണ്. പിന്നെ വേറൊരു സഖാവ് ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ പോയവൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞത് ജയരാജനെ അങ്ങോട്ട് വനത്തിലോട്ട് കയറ്റി വിട്ടാൽ മതി, ജീവികളൊക്കെ അങ്ങ് പൊക്കോളും. അല്ലെങ്കിൽ നാട്ടിലിറങ്ങി നിന്നാൽ മതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ഏതാണ്ട് അവർ എന്തോ ഒരു ജാഥ നയിച്ച് വരികയാണ് ഇവിടെ. ഈ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപന സമ്മേളനം നടത്താൻ വേണ്ടി. അതായത് കിസാൻ സഭ അഖിലേന്ത്യാ ദേശീയ വൈസ് പ്രസിഡൻ്റാണ് EP ജയരാജൻ. ഇടയ്ക്ക് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടില്ലേ, വേട്ടയാടാൻ അനുമതി കൊടുക്കണമെന്ന്. ഇത് വേട്ടയാടാൻ അനുമതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായിട്ട് വരുമ്പോൾ ചില വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട്. അതിന് നമ്മൾ മറ്റേതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കണം. ഇപ്പം പല ഭാഗങ്ങളിലും കൃഷിക്ക് നാശം വരുത്തുന്നുണ്ട്, പന്നിയുടെ ശല്യം വളരെ രൂക്ഷമാണ്. അതിലെന്തെങ്കിലും നടപടിയെടുക്കണം. അല്ലാതെ വേട്ടയാടാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇനിയും വേട്ടയ്ക്ക് പോകും. വേട്ടയ്ക്ക് പോയി ചിലപ്പോൾ കൊല്ലുന്നത് എന്തിനെയായിരിക്കും? പന്നിയൊന്നും ആയിരിക്കത്തില്ല, അതിലും വലിയ കക്ഷികളെ ആയിരിക്കും കൊല്ലുന്നത്. അവസാനം എന്താ, അനുമതി തന്നതാണ് എന്ന് പറഞ്ഞ് എല്ലാവരും വേട്ടക്കാരാകും. പിണറായി വിജയൻ എന്താ ഈ വേട്ടക്കാരന് ആകാനായിട്ടുള്ള ഇത്ര വലിയ താല്പര്യം എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതൊന്നും കേന്ദ്രം അനുവദിക്കുന്ന കാര്യമല്ല. ഇത് ഈ ഒരു ആവാസ വ്യവസ്ഥയുണ്ടല്ലോ ഭൂമിയിൽ നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ. വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു കഥയുടെ പേരാണ് ഭൂമിയുടെ അവകാശികൾ. ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല, എല്ലാവരുമുണ്ട്. പുലിയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, പഴുതാരയുണ്ട്, പാറ്റയുണ്ട്, പല്ലിയുണ്ട്. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. മനുഷ്യന് കയ്യൂക്കുള്ളത് കൊണ്ട് അവൻ കയറി ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളതാണ് അതിനകത്ത്. അപ്പോൾ ഈ വനത്തിൻ്റെ കാര്യത്തിനകത്ത് ഇത് വനവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. നമ്മുടെ രാജ്യത്ത് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ജീവികൾക്കും എല്ലാ മനുഷ്യരും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. ഇപ്പോൾ ആ നിയമത്തെ കൂടെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. കാരണം ഈ തോക്കുമായി ബന്ധപ്പെട്ട് വെടിവെക്കുമ്പോൾ കേസുണ്ടെങ്കിൽ കേസ് എടുക്കട്ടെ, കോടതി എടുക്കട്ടെ, അപ്പോൾ കോടതിയോട് പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശിക്ഷിച്ചാൽ ഞങ്ങൾ ജയിലിൽ പോയി കിടക്കുമെന്ന്. ഇവർ ഇതിലൊരു ജയരാജനാണല്ലോ ജഡ്ജിമാർ ശുംഭൻ എന്നൊക്കെ പറഞ്ഞത്. അവർക്ക് കോടതിയെയും അഭിഭാഷകരെയും ഒന്നും പേടിയില്ലാത്തവരാണ്. ഇവരെ കണ്ട് ഭയന്ന് വേണമെങ്കിൽ പൊയ്ക്കൊള്ളണമെന്നുള്ളതാണ്. അപ്പോൾ ഈ വനത്തിനകത്ത് ഇതിനൊരു ഇതുണ്ടല്ലോ, ഒരു ഭൂമിക്ക് തന്നെ ഒരു വ്യവസ്ഥയുണ്ട്. ഇത്ര ശതമാനം നമുക്ക് വനമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ പല ഭാഗങ്ങളിൽ ഇങ്ങനെ വനം കയ്യേറാനായിട്ടുള്ള പല ശ്രമങ്ങളുമൊക്കെ ഇവർ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അത്തരം ഉള്ള ഇടങ്ങളിലേക്ക് അവരുടെ ഒരു ടൂറിസത്തെ വ്യാപിപ്പിച്ചാൽ കൊള്ളാവുന്നൊക്കെ CPM-ന് വലിയ വ്യാമോഹമുണ്ട്. ഇപ്പം ശബരിമല കൊടും വനത്തിനകത്താണ്. ആ അകത്ത് കുറച്ച് പ്രദേശം മാത്രമേ ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്തിട്ടുള്ളൂ. ഒരു 50 ഏക്കർ എങ്ങാണ്ട് വിട്ടുകൊടുത്തിട്ടുള്ളൂ, 50-56. ഇനി അതിനകത്ത് 1 സെൻറ്റ് പോലും വിട്ടുകൊടുക്കത്തില്ല. ഇടയ്ക്ക് എത്രയോ ഒരു സെൻറ്റ് വിട്ടുകൊടുത്തതിന് പകരമായിട്ട് ദേവസ്വം വകുപ്പ് ഇവർക്ക് വനം വകുപ്പിന് കുളത്തൂപ്പുഴ എത്രയോ പകരമായിട്ട് കൊടുത്തു എന്നുള്ളതാണ്. ശബരിമല അത്യാവശ്യം ഒരു ഘട്ടം വന്നപ്പോൾ കൊടുത്തതാണ്, അല്ലാതെ കൊടുക്കത്തില്ല അതിനകത്ത്. അത് വളരെ കേന്ദ്ര വനം നിയമം എന്ന് പറഞ്ഞാൽ വളരെ കർക്കശമായിട്ടുള്ളത് തന്നെയാണ്.
അവിടെയാണ് പറയുന്നത് ഇവർ ഞങ്ങൾ നാടൻ തോക്കുണ്ടാക്കി വേട്ടയാടുമെന്ന്. ഈ പി ജയരാജൻ ഈ പറയുന്നത് തന്നെ കുറ്റകരമായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ ഈ നാടൻ തോക്കുണ്ടാക്കി ആർക്കും ഇവർ AK സെൻട്രലിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടെ തുടങ്ങുമോ? അതോ കണ്ണൂർ ഇതിൻ്റെ പ്രത്യേക ഫാക്ടറി തുടങ്ങുമോ? നാടൻ തോക്കുണ്ടാക്കി എല്ലാവർക്കും അങ്ങ് കൊടുക്കുക, നിങ്ങൾ വേട്ടയാടിക്കും. എല്ലാവരും നാളെ മുതൽ വേട്ടക്കാരാണ്. എവിടെ പോകുന്നു? വേട്ടയാടാൻ പോകുന്നു, നായാട്ടിന് പോകുന്നു. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെ. നോക്ക്, നായാട്ടിന് അനുമതി തരണമെന്ന്. നായാട്ട് പണ്ട് കാലത്ത് രാജാക്കന്മാർ സർക്കാർ നൽകുന്ന ഫണ്ടുകളെല്ലാം കൃത്യമായി തന്നെ അതിർത്തിയിൽ, ഈ വനാതിർത്തി പ്രദേശങ്ങളിൽ ഉപയോഗപ്പെടുത്തി ഫെൻസിങ് അടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയാൽ ഒരു പരിധിവരെ വന്യജീവികളെ തടയാൻ കഴിയും. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകൂല. ആ പണമെല്ലാം എങ്ങോട്ട് പോകുന്നു എന്നതും വലിയ രീതിയിൽ സംശയിക്കേണ്ടി. വലിയ വാചകം അടിക്കുന്നുണ്ടല്ലോ ഇവരെ. വയനാട്ടിൽ ചിലരെയൊക്കെ കാട്ടാന ചവിട്ടി കൊന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് വനം വന്യജീവി വകുപ്പ് മന്ത്രി എന്ത് ചെയ്യുന്നു? കോഴിക്കോട് ഫാഷൻ പരേഡും ഫാഷൻ ഷോയിലും അവിടെ നൃത്തം ചവിട്ടുകയായിരുന്നല്ലോ ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിനിപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു ടേം അങ്ങ് തികയ്ക്കുക. ഇനി അദ്ദേഹം MLA-യും ആകത്തില്ല, മന്ത്രിയും ആകത്തില്ല, ഒന്നും ആകത്തില്ല. അദ്ദേഹത്തിൻ്റെ സീറ്റ് തന്നെ CPM അങ്ങ് എടുക്കും. NCPക്ക് ഒരു സീറ്റ് ഇനി കാണത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വനം വന്യജീവി വകുപ്പെന്ന് പറയുന്നത് ഒരു പണിയും ഇല്ലാതിരിക്കുന്നവർക്ക് ഉള്ള വകുപ്പെന്നുള്ള രീതിയിലാണ് ശശീന്ദ്രന് കൊടുത്തത്. പക്ഷേ അവർക്ക് കാര്യക്ഷമമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതിന് പകരം തോക്കുമായി ഇറങ്ങുകയാണ്. അതെ, ഇവിടെ ഇപ്പോൾ ജയരാജൻ പറയുന്നത് എന്ത്? കേന്ദ്രം നിയമം മാറ്റിയില്ലെങ്കിൽ നാടൻ തോക്കുണ്ടാക്കി വേട്ടയാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇപ്പം നമുക്കറിയാം മലയോര മേഖലകളിലൊക്കെ തന്നെ ഈ ചെറിയ ചെറിയ കൃഷിയൊന്നും ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. പന്നിയുടെ ശല്യമാണ്, കപ്പ, വാഴ, ഇതൊന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അതിന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അല്ലാതെ വേട്ടയാടലല്ല ഇതിനകത്ത് പരിഹാരം എന്ന് പറയുന്നത്. ഈ മലയോര മേഖല എന്ന് പറഞ്ഞാൽ ഈ വനപ്രദേശവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമപ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ശബരിമലയുടെ ഭാഗങ്ങളിൽ, അതുപോലെ വയനാട് ചില ഭാഗങ്ങൾ, ഇടുക്കി ജില്ലയിൽ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് ഇറങ്ങുന്നത്. പിന്നെ വേറൊരു കാര്യം, കാലാവസ്ഥയിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയല്ലേ. അതിനകത്ത് കാടിനകത്തുണ്ടായിട്ടുള്ള ചൂടും മറ്റു കാര്യങ്ങളും ജലദൗർലഭ്യവും ഒക്കെ കാരണം ജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതിനെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഇപ്പം നമ്മൾ നാടൻ തോക്കുണ്ടാക്കുക, അതെങ്ങനെ അനുവദിക്കാൻ പറ്റും? എല്ലാവരും നായാട്ടിന് പോട്ടെ, എല്ലാവരും നായാട്ടിന് ഒരു സ്വഭാവമാക്കും. പണ്ട് കാലത്ത് രാജാക്കന്മാർ നായാട്ടിന് പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ പ്രമാണിമാരെല്ലാം EP ജയരാജനും പാർട്ടി പ്രവർത്തനം എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടെങ്കിൽ എന്നാൽ നായാട്ടിന് പോയേക്കാം. അദ്ദേഹവും പരിവാരങ്ങളുമായിട്ടായിരിക്കും പോകുന്നത്. വനത്തിനകത്ത് ഒരുപാട് ജീവികളുണ്ട്. അങ്ങനെയാണല്ലോ കാരണഭൂതന്റെ നേതൃത്വത്തിൽ രാജ്യഭരണമാണ് ഇപ്പോൾ CPF നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാട്ടിനകത്ത് ഒരുപാട് ജീവികളുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉള്ളവന്മാരൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ കൊന്ന് ഇവർ തിന്നുമോ? അവരിത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ളവരും ചിലപ്പോൾ എന്ത് ചെയ്യാം? ഇതൊരു തൊഴിലാക്കിക്കൊണ്ട് അതിനെയൊക്കെ വേട്ടയാടി നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യും. അത് നിയമപ്രകാരമായിട്ടുള്ള വലിയ ശിക്ഷയല്ലേ കിട്ടാവുന്നത്. അപ്പം EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം എവിടെയും ഈ നിയമം ലംഘിച്ച് തൻ്റെ ശരീരഭാഷയിലൂടെ തന്നെ നിയമം ലംഘിക്കുന്ന ആളാണ്. ജയരാജന്മാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ EP ഇനിയും തോക്കെടുക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്.